ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. സോ അപ്പം ക്രാഫ്റ്റ് വിത്ത് തീർത്ത ആൻഡ് തൃതിയ എന്നുള്ള പേരാണ് ചാനലിൻ്റെ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ചാനലിൻ്റെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ നമ്മളൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പം എനിക്ക് അറിയാം, പക്ഷേ ഇത് ഓക്കെ ആയില്ലായിരിക്കും. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം പിസ്ത ഷെല്ല് വേണം. പിസ്ത ഷെല്ല് നിങ്ങൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്താൽ മതി, അതിൻ്റെ അകത്തുള്ള. അതിന് മുമ്പേ നമുക്ക് കാർഡ്ബോർഡ് നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് ഓരോരോ പിസ്ത ഷെല്ലായിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ബേസ് കളറായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക, ബ്ലാക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ എടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ഓരോന്നായിട്ട് ഒട്ടിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പിസ്താഷ്യയിൽ നമ്മൾ മലത്തി വെച്ചാണ്, മീൻസ് അകത്തോട്ടുള്ള ഭാഗം വെച്ചാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാം ഒട്ടിച്ചു. ഷേപ്പിന് വന്നില്ല, കാരണം പിസ്തയുടെ എല്ലാ ഷേപ്പും ഒരേപോലെ അല്ല ഇരിക്കുന്നത്, പല പല ഷേപ്പാണ്. അപ്പം അതുകൊണ്ട് പല പല ഷേപ്പായിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ബേസ് ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെളിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ഇതിലൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ട്വിസ്റ്റ് എല്ലാം കാണുക. അപ്പം നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്ന കളർ യെല്ലോ ആണ്, ഒരു ലെമൺ യെല്ലോ കളറാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് ഫെവിക്വിക്കാണ്. ചെറിയ സംഭവം വെച്ചാണ്, ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാനേ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫെവിക്വിക്ക് വെച്ചിട്ടായിരുന്നു ഒട്ടിച്ചത്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് അടിച്ചത് ഒരു ബ്രൈറ്റ് കളറാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ യെല്ലോ കളർ ബ്രൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. യെല്ലോ ബ്രൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അങ്ങനെ അത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ലെമൺ യെല്ലോ എന്നാണ്. അപ്പം ഇത് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു ക്ലേ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ക്ലേ ആണ്, പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കിയ ക്ലേ ആണ്. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ചെറിയ റൗണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ റൗണ്ടാക്കി എടുക്കുന്നുണ്ട്, കാരണം ഒരു ഇച്ചിരി മതി എൻ്റെ നടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവസാനം എല്ലാ കളറും ഞാൻ മാറ്റി, കാരണം യെല്ലോ നമ്മൾ റെഡ് അടിച്ചപ്പോൾ യെല്ലോ ഇതിന് മാച്ച് ആകുന്നുണ്ടായിരുന്നില്ല. ആ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. സോ അതിന് പുറത്ത് ഞാൻ പർപ്പിൾ ഇൻഡിഗോ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. പർപ്പിൾ കളറാണ് കേട്ടോ. എന്നിട്ടും അത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഞാൻ അവസാനം ഓറഞ്ച് എടുത്തു. ഇതെങ്കിലും വർക്കാവട്ടെ എന്ന് വെച്ചിട്ട് ഓറഞ്ച് എടുത്തു, അടിച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ നടുക്ക് ഗ്രീൻ കളറായിരുന്നു, റെഡ് ആയിരുന്നു, അത് ഞാൻ ഗ്രീൻ ആക്കി. എന്നിട്ട് നിങ്ങൾക്ക് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് നടുക്ക് ഇങ്ങനെ കുത്തി 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 കൊടുക്കുക കേട്ടോ. അത് കുറച്ചും കൂടെ ഫ്ലവർ നല്ലതായിട്ടിരിക്കും, സൂപ്പറായിട്ട് ഇരിക്കും. പിന്നെ ഈ ഹോം മെയ്ഡ് ക്ലേ നമുക്ക് ഉണങ്ങും കേട്ടോ, ഉണങ്ങും. പിന്നെ ഇത് നിങ്ങൾക്ക് വാൾ ഡെക്കോറേറ്റൊക്കെ വെക്കാം. പിന്നെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കളർ കോമ്പിനേഷനൊക്കെ